ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എബ്രഹാം ലിങ്കൻ്റെ ജീവിതകഥ നമുക്ക് കേൾക്കാം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റെ ജീവിതം തളരാത്ത സ്ഥിരോത്സാഹത്തിൻ്റെയും പതരാത്ത ദൈവവിശ്വാസത്തിൻ്റെയും ഉദാഹരണമായിരുന്നു. ജീവിതത്തിൽ ദാരിദ്ര്യവും അടിക്കടി പരാജയങ്ങളും അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. 7 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. 9-ാം വയസ്സിൽ മാതാവ് നിര്യാതയായി. വീട് പുലർത്താൻ കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന്. 22 വയസ്സുള്ളപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. ഒരു ചെറിയ ബിസിനസ്സിൽ മറ്റൊരു പങ്കാളിയുമായി ഇടപെട്ടു. അത് കടത്തിൽ കലാശിച്ചു. വിവാഹ ജീവിതം പോലും പരാജയമായിരുന്നു. പല പ്രാവശ്യം സെനറ്റിലേക്ക് പൊരുതി, പക്ഷെ തോറ്റുപോയി. അങ്ങനെ പരാജയത്തിൻ്റെ പാതയിൽ കൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹിതരും അഭ്യുദയകാംക്ഷികളും പോലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. എന്നാൽ 51-ാം വയസ്സിൽ അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അന്ന് പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം അദ്ദേഹത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു. മേൽപ്പറഞ്ഞ എല്ലാ വൈപരീത്യങ്ങളിലും തളർന്നു പോകാതെ സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതെ അദ്ദേഹം ഉറച്ചു നിന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യമായപ്പോഴേക്കും ലോകം കണ്ട ഏറ്റവും ശക്തനായ നേതാവെന്ന് വിശേഷിപ്പിക്കത്തക്ക വിധം ലോകപ്രശസ്തനായി തീർന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഒടുങ്ങാത്ത ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വമ്പിച്ച നേട്ടങ്ങളുടെ രഹസ്യം. ലിങ്കൻ്റെ ജീവിതകഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ലഭിക്കുന്ന അവസരങ്ങൾ കർമ്മനിരതരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ജീവിതം വിജയം നേടണമെങ്കിൽ തളരാത്ത സ്ഥിരോത്സാഹവും പതരാത്ത ദൈവവിശ്വാസവും ഉണ്ടായിരിക്കണം. നമ്മിൽ ഒളിഞ്ഞുകിടക്കുന്ന ശക്തി ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നാം ശ്രദ്ധിക്കണം. അതിന് യൗവനമെന്നോ വാർദ്ധക്യമെന്നോ വ്യത്യാസം കൽപ്പിക്കേണ്ടതില്ല. അലസതയിലൂടെയും നിരാശയിലൂടെയും നമ്മുടെ ജീവിതത്തെ തളച്ചിടരുത്. കൂടാതെ ദൈവം നമ്മുടെ അവസ്ഥകൾ ഒന്നും അറിയാതെ വിദൂരനായി കഴിയുന്നവനല്ല. അവൻ നമ്മുടെ കൂടെയുണ്ടെന്നും സകലത്തെയും നന്മയിലേക്ക് പരിവർത്തിപ്പിക്കുകയും എന്നുള്ള ഉറച്ച വിശ്വാസം നാം ഉള്ളവരായി തീരണം. രക്ഷിപ്പാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരമശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തളരാത്ത സ്ഥിരോത്സാഹത്തോടെ ഓരോ ദിവസവും നമുക്ക് മുന്നേറുവാനും ഒരു ജയജീവിതം നയിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.